everyone, welcome to Bosco Campus Vision. This is Amrita T.S., Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the lecture 43 of Company Administration. In this session, I am dealing with General Meeting of Shareholders, Section 96 of the Companies Act 2013. General meeting or meeting of the shareholders includes statutory meeting, annual general meeting and extraordinary general meeting. In this session, we are going to discuss about statutory meeting. What is a statutory meeting? The first general meeting of the members of a public company after its incorporation is known as statutory meeting. ജനറൽ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അത് 3 രീതിയിലുണ്ട്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആവാം, ആനുവൽ ജനറൽ മീറ്റിംഗ് ആവാം, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആവാം. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്? അതായത് പബ്ലിക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ ജനറൽ മീറ്റിങ്ങിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പബ്ലിക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം അത് കണ്ടക്ട് ചെയ്യുന്ന ആദ്യത്തെ ജനറൽ മീറ്റിങ്ങിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയും. The following companies are required to hold a statutory meeting. Number 1 is every public company limited by share, and second one is every public company limited by guarantee and having a share capital. അതായത് ചില കമ്പനീസ് നിർബന്ധമായിട്ടും ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള കമ്പനീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് 2 എണ്ണമാണ്: പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ആൻഡ് പബ്ലിക് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ. Next is purpose of statutory meeting. What is the main purpose of holding a statutory meeting? First one is to acquaint the members of the company with all important matters relating to the company, that is registration, preliminary expenses, underwriting commission, etc. Second one is to enable the members to know the financial position of the company. And third one is to provide an opportunity to members to discuss any matter regarding the formation and functioning of the company. And next is to look into the future prospects of the company. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു കമ്പനി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്നത്. ഒന്നാമത്തത്, ഒരു കമ്പനി, അതായത് പബ്ലിക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം കണ്ടക്ട് ചെയ്യുന്ന ആദ്യത്തെ മീറ്റിങ്ങിനാണല്ലോ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെമ്പേഴ്സ്, ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മാനേജേഴ്സ്, ഡയറക്ടേഴ്സ്, കമ്പനിയുടെ മെമ്പേഴ്സിന് കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതിന് വേണ്ടി, അതായത് കമ്പനിയുടെ രജിസ്ട്രേഷൻ, കമ്പനിക്ക് പ്രിലിമിനറി എക്സ്പെൻസസ് എത്രയായി, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻസ് എത്രയായി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മെമ്പേഴ്സിനെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യണം. രണ്ടാമത്തത്, to enable the members to know the financial position of the company. നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ, അതായത് എക്സ്പെഷ്യലി ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് മെമ്പേഴ്സിനെ അറിയിക്കുന്നതിന് വേണ്ടി. Then third one is to provide an opportunity to members to discuss any matter regarding the formation and functioning of the company. അതായത് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതേ ഉള്ളൂ അല്ലേ, ഇനി അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ മെമ്പേഴ്സിനെല്ലാം കൂടി ഒരുമിച്ച് കൂടി ഈ കമ്പനിയുടെ ഫോർമേഷൻ, അതായത് ഇനി ഫർദറായിട്ട് കമ്പനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ കമ്പനിയുടെ ഫങ്ഷനിങ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒരു അവസരം കൂടിയാണ് ഈ ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ടു ലുക്ക് into the future prospects of the company. അതായത് കമ്പനിയിൽ ഭാവി എങ്ങനെയായിരിക്കണം, കമ്പനി നമ്മൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഒരു കമ്പനി എന്ത് ഹോൾഡ് ചെയ്യുന്നത്, സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ലീഗൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. അതായത് ഒരു കമ്പനി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് കമ്പനീസ് ആക്ട് 2013 പറയുന്ന പ്രൊവിഷൻസ് പ്രകാരം, അതായത് ആ പ്രൊവിഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു കമ്പനി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വൺ ഇസ് ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 1 month ആൻഡ് നോട്ട് മോർ ദാൻ
6 months from the date on which the company is entitled to commence business. അതായത് നമുക്കറിയാം ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഹോൾഡ് ചെയ്യുന്ന ആദ്യത്തെ മീറ്റിങ്ങിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനി കമൻസ് ചെയ്തതിന് ശേഷം 1 മാസം മുതൽ 6 മാസത്തിനിടയിൽ വെച്ച് എന്ത് കണ്ടക്ട് ചെയ്തിരിക്കണം? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കണം. രണ്ടാമത്തത്, ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഇസ് ഹെൽഡ് ഓൺലി വൺസ് ഇൻ ദി ലൈഫ് ടൈം ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ എന്ത് ഹോൾഡ് ചെയ്യുള്ളൂ? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യുള്ളൂ. മൂന്നാമത്തത്, ദി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് മേ ബി കോൾഡ് ബൈ ഗിവിംഗ് നോട്ട് ലെസ് ദാൻ ക്ലിയർ 21 days notice either in writing or by electronic mode in such a manner as may be prescribed. അതായത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന കാര്യം എല്ലാ മെമ്പേഴ്സിനും 21 ദിവസം, അതായത് 21 ദിവസം മുൻപ് തന്നെ ക്ലിയർ നോട്ടീസ് നൽകിയിരിക്കണം. ഒന്നെങ്കിൽ അത് റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിൽ, ഏത് മെയിൽ അയച്ചാലും മതി. ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്തിരിക്കണം? മെമ്പേഴ്സിനെ എല്ലാം തന്നെ ക്ലിയർ നോട്ടീസ് കൊടുത്ത് അറിയിച്ചിരിക്കണം ഇങ്ങനെ കമ്പനി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യാൻ പോകുന്നതായിട്ട്. ദെൻ the board of directors is required to prepare a report called statutory report. This report must be sent to every member of the company at least 21 days before the day on which the meeting is to be held. അതായത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്ന ദിവസത്തിന് 21 ദിവസം മുമ്പ് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് അത് മെമ്പേഴ്സിന് അയച്ചു കൊടുക്കുകയും വേണം. അതായത് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്നതിന് 21 ദിവസം മുമ്പ് തന്നെ കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം? സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതെല്ലാ മെമ്പേഴ്സിനും കൊടുത്തിരിക്കുകയും വേണം. ഇനി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ദ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് മസ്റ്റ് കണ്ടെയ്ൻ ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. നമ്പർ 1 is total number of shares allotted. Second one is total amount of cash received in respect of all the shares allotted. Then third one is an abstract of receipts and payment account of the company and the particulars of balance in hand. Then fourth one is an estimate of company's preliminary expenses. Then fifth one is the name and other particulars of directors, managers, secretary and auditors. Then next is the arrears of calls due from directors. And next one is the particulars of commission or brokerage paid or payable to the directors. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് വേണ്ടത്? ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അലോട്ട്, എത്രത്തോളം ഷെയർസ്, ഏതൊക്കെ തരത്തിലുള്ള ഷെയർസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഓൾ ദി ഷെയർസ് അലോട്ടഡ്. ഈ ഷെയർസ് എല്ലാം അലോട്ട് ചെയ്ത് നമുക്ക് എത്രത്തോളം രൂപ, നമ്മൾ എത്രത്തോളം പൈസ കൈപ്പറ്റിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് ആബ്സ്ട്രാക്റ്റ് ഓഫ് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഈ പൈസ എത്രത്തോളം പൈസ വന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് ചിലവായിട്ടുണ്ട്, റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് ദി കമ്പനി. Then fourth one is company's preliminary expenses. Estimate of company's preliminary expenses. അതായത് നമുക്കറിയാം ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴും അതിന് മുമ്പും ഒക്കെ ഒരുപാട് ചിലവുകളുണ്ടല്ലേ, അതിനെല്ലാം നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയും. അതിൻ്റെ എസ്റ്റിമേറ്റ്, അതായത് എത്രത്തോളം രൂപ അതിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട്, പ്രിലിമിനറി എക്സ്പെൻസ് ആയിട്ട് എത്രത്തോളം ചിലവായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് നാലാമത്തതായിട്ട് കാണിക്കേണ്ടത്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് വേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ പേര്, മാനേജേഴ്സിൻ്റെ പേര്, സെക്രട്ടറിയുടെ പേര്, ഓഡിറ്റേഴ്സിൻ്റെ പേരും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും. ദെൻ അടുത്തതായിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് വേണ്ടത് ദ അരിയേഴ്സ് ഓഫ് കോൾസ് ഡ്യൂ ഫ്രം ഡയറക്ടേഴ്സ്. അതായത് കോൾസ് ഇൻ അരിയേഴ്സ്, അതായത് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അരിയേഴ്സ് ഉണ്ടെങ്കിൽ, കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് അദ്ദേഹം ഷെയർ വാങ്ങിയിട്ട് നമുക്ക് പൈസ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് കാണിച്ചിരിക്കണം. ദെൻ പെർട്ടിക്കുലേഴ്സ് ഓഫ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ് പെയ്ഡ് ഓർ പേബിൾ ടു ദി ഡയറക്ടേഴ്സ്. അതായത് ഡയറക്ടേഴ്സ് ഏതെങ്കിലും രീതിയിൽ കമ്പനിയെ സഹായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് കമ്മീഷനോ ബ്രോക്കറേജോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും എന്തിനകത്ത് കാണിച്ചിരിക്കണം? സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് കാണിച്ചിരിക്കണം.
Next is the statutory report must be certified as correct by at least 2 directors, one of whom must be a managing director. After the report is certified as above, it should also be certified as correct by the auditors of the company. അതായത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കമ്പനിയുടെ 2 ഡയറക്ടേഴ്സ് എങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് എന്ന് സർട്ടിഫൈ ചെയ്തിരിക്കണം. അതിൽ ഒരാൾ മാനേജിങ് ഡയറക്ടർ ആയിരിക്കണം. ഇനി ഈ 2 ഡയറക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തതിന് ശേഷം കമ്പനിയുടെ ഓഡിറ്റേഴ്സും എന്ത് ചെയ്തിരിക്കണം, ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് കറക്റ്റാണ് എന്ന് സർട്ടിഫൈ ചെയ്തിരിക്കണം. A certified copy of the statutory report should also send to the registrar of companies for registration. ഈ സർട്ടിഫൈഡ് കോപ്പി അതായത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് ഡയറക്ടറും അതുപോലെ തന്നെ ഓഡിറ്റേഴ്സും സർട്ടിഫൈ ചെയ്തതിന് ശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അത് അയച്ചു കൊടുക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് ദ മെമ്പേഴ്സ് present at the meeting are free to discuss any matter relating to the formation of the company. They may also discuss any matter relating to the statutory report. അതായത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് മീറ്റിങ്ങിന് വേണ്ടി പ്രസൻ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് കമ്പനിയുടെ ഏത് കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും ഡിസ്കസ് ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ദെൻ ദി സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് മേ അഡ്ജോൺ ഫ്രം ടൈം ടു ടൈം ഇഫ് നെസസറി. അതായത് കമ്പനിക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ട് അല്ലെങ്കിൽ മെമ്പേഴ്സിനോ ഡയറക്ടേഴ്സിനോ എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നമുക്ക് മാറ്റി വയ്ക്കാനുള്ള പ്രൊവിഷനുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് വേണം എന്നുണ്ടെങ്കിൽ നിർത്തിവെക്കാനോ മാറ്റി വയ്ക്കാനോ ഉള്ള പ്രൊവിഷനുണ്ട്. ദെൻ if default is made in filing statutory report or holding the statutory meeting, every director and other officers in default shall be punishable with fine which may extend to ₹5,000. അതായത് എന്തെങ്കിലും കാരണത്താൽ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റ് ഓഫീസേഴ്സോ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഫയൽ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ കൺസേൺഡ് ഡയറക്ടേഴ്സും ഓഫീസേഴ്സും പണിഷബിൾ ആണ്. പണിഷബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് വരും, ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ഫൈൻ 5,000 രൂപ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഫൈൻ അവർ അടയ്ക്കേണ്ടതായിട്ട് വരും. Then, a company was required to hold its statutory meeting as per the provisions of the Companies Act 1956 under section 165, but there is no provision for convening the statutory meeting under the new Companies Act 2013. കമ്പനീസ് ആക്ട് 1956 പ്രകാരം എല്ലാ കമ്പനീസും ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്തേ മതിയാകൂ, മാൻഡേറ്ററി ആയിരുന്നു. എന്നാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം എല്ലാ കമ്പനീസും സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. Okay students, this is all for this session. Thank you for watching.